പ്രൈസ് ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യും. മാനുഷികമായ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് അസാധ്യമെന്നത്. അതെ, നമ്മുടെ മുമ്പിൽ ചില വാതിലുകൾ അടയുന്ന നിമിഷങ്ങൾ. ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില പ്രതീക്ഷകൾ അവസാനിക്കുന്ന അല്ലെങ്കിൽ അസ്തമിക്കുന്ന ചില നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഇടത്തു നിന്ന് ദൈവം ആരംഭിക്കുമ്പോൾ അതിനെയാണ് അസാധ്യതകളുടെ നടുവിൽ നിന്ന് സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നുവെന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അതായത് ശിഷ്യന്മാർ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, ധനികരെ നിത്യജീവന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കർത്താവ് അവരോട് പറയുന്നത്, മനുഷ്യനാൽ എല്ലാം അസാധ്യമെങ്കിലും ദൈവത്താൽ സകലവും സാധ്യം. പ്രൈസ് ലോർഡ്. അതാണ് ഇവിടെ ശിഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യനാണ് എപ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളൊക്കെ വൻ മതിലുകൾ കണക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കട്ടെ, പക്ഷേ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഭാരങ്ങളുമൊക്കെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നാം ഒരുക്കത്തോടെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും സാരമില്ല എന്ന് നമ്മെ വചനഭേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം. പ്രയാസമാണ്, സാധ്യമല്ല, കഴിയുകയില്ല എന്നൊക്കെ പറയുന്നത് മനുഷ്യനാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ പല വിഷയങ്ങളിലും ദൈവം എന്തുകൊണ്ട് നേരത്തെ പ്രവർത്തിച്ചില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ചില വിഷയങ്ങളുടെ മേൽ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ വെച്ച സമയമാണ് പലപ്പോഴും തീർന്നു പോയത്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ സമയം ആയില്ല എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതെ, മനുഷ്യൻ വെച്ച സമയം അവസാനിപ്പിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ചെങ്കടലിൽ മോശയ്ക്ക് മുമ്പിൽ, സിംഹക്കുട്ടിൽ ദാനിയേലിന്റെ മുമ്പിൽ, കല്ലറയ്ക്കൽ ലാസറിന് മുമ്പിൽ ഈ അസാധ്യതകളുടെ വാതിലുകളെയൊക്കെ തുറക്കുകയായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, മറഞ്ഞിരിക്കുന്ന പ്രത്യാശയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ, അസാധ്യമായ വാതിലുകളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വേദഭാഗം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനുവേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.